ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് പാലക്കാണ്. അതുപോലെ നമുക്ക് പച്ചമുളക് വേണം, തക്കാളി വേണം. പാലക്ക് ഞാൻ ഒരു വലിയ ബൗൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം, ടൊമാറ്റോ 1 എണ്ണം. അതുപോലെ നമുക്കിവിടെ ആവശ്യമുള്ളത് ഒനിയനാണ്. ഒനിയൻ ഒരു വലിയ ഒനിയൻ കട്ട് ചെയ്തത്. അതുപോലെ പൊട്ടറ്റോ ഒരു വലിയ സൈസ് പൊട്ടറ്റോയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിന് എത്ര ഗ്ലാസ് അരി വേണമെന്ന്. 1/2 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1/2 ഗ്ലാസ് തന്നെ പരിപ്പെടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ മിക്സായിട്ട് പരിപ്പ് കിട്ടും. അപ്പോൾ ആ മിക്സ് ഡാൽ ഒരുമിച്ചാണ് ഞാൻ അതിട്ടേക്കുന്നത്. ചെറുപയർ പരിപ്പ്, തുവർ ഡാൽ, അങ്ങനെ തുവരപ്പരിപ്പ്, അങ്ങനെ ഡാലുകളെല്ലാം ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ ഇട്ടുണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ തുവരപ്പരിപ്പ് ഈ ഓറഞ്ച് കളറും യെല്ലോ കളറിലായിരുന്നു. അത് 1/2 ഗ്ലാസ് എടുത്തു. നല്ലതുപോലെ വാഷ് ചെയ്ത് നമുക്കതിന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് സ്റ്റൗവിലേക്ക് ഞാനിവിടെ കുക്കർ വെച്ചു. കുക്കറിലേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ഒരു ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ എണ്ണയും നെയ്യും ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ജീരകം. ഇത് നോർത്ത് ഇന്ത്യൻ ഒരു മഹാരാഷ്ട്രൻ സ്റ്റൈൽ ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇതിലേക്ക് ഞാനൊരു കുരുമുളക് ഇട്ടിട്ടുണ്ട്, 3-4 എണ്ണം. അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക ആവശ്യമുണ്ടെങ്കിൽ ഇടുക. അതുപോലെ നമുക്ക് വെളുത്തുള്ളിയാണ് ഇതിന് ഏറ്റവും മെയിൻ. വെളുത്തുള്ളി ക്രഷ് ചെയ്തിടാം അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിടാം. അതുപോലെ ഒനിയനും ഞാനിതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്കറിൽ ഇതിനെ വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാലക്കിൻ്റെ ഒരു റൈസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പാലക് കിച്ചടി എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ പല സൈസ്, പല ഡിഫറെൻറ്റ് കിച്ചടികൾ ഉണ്ടാക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് പാലക്ക് വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം. കുഞ്ഞുങ്ങളൊന്നും പാലക്ക് കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഈസി ആയിട്ട് കഴിക്കും. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കുട്ടികളൊന്നും പാലക്കൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ തന്നെ എടുത്ത ഒരു റെസിപ്പിയാണ്. ഞാൻ തന്നെ തീരുമാനിച്ചു ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പാലക്കിട്ട് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് റെസിപ്പി ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും, അതുപോലെ പുതിയ കൂട്ടുകാരായ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്, ഒരു 2 ടീസ്പൂൺ. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയൊക്കെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേറെ മസാലകളുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കായം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അത് നമ്മൾ പരിപ്പ് ഇടുന്നതുകൊണ്ട് കായം ഇടേണ്ട ആവശ്യമാണ്. അപ്പോൾ വളരെ ഒരു ഹെൽത്തി റെസിപ്പി എന്ന് പറയാം. നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ടിഫിനിൽ കൊടുത്ത് വിടാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം പോലെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ബാസ്മതി റൈസ് അല്ലെങ്കിൽ ഞാനിവിടെ കിട്ടുന്ന കോളം റൈസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കുത്തരി ഇട്ടൊന്നും ഇതുണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. വെള്ള അരി തന്നെ വേണം. അതും ചെറിയ അരിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഇടാൻ മറന്നുപോയി. എന്താണെന്നല്ലേ? ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിട്ടില്ലെങ്കിൽ എന്ത് കറിയോ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും ടേസ്റ്റ് അവിടെ വരത്തില്ല. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇടുന്നത് നമ്മുടെ പരിപ്പൊക്കെ ഇടുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ വരും. വയറുവേദന ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കായപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി മസാലകൾ ഇടുന്നെങ്കിൽ വെജിറ്റബിൾ മസാലയൊക്കെ ഇട്ടാൽ കിച്ചടിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെജിറ്റബിൾ ബിരിയാണി പോലെ ആയിപ്പോവും. അപ്പം ഞാനിവിടെ കിച്ചടി ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് ഒരു വിസിൽ വരുന്നവരെ നല്ലതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതങ്ങനെ
കുറച്ച് കുഴഞ്ഞിരിക്കുന്നൊരു ടൈപ്പ് റൈസാണ്. മത്ലബ് അങ്ങനെയാണ് കിച്ചടി ഇരിക്കുന്നത്. ഒത്തിരി ഇങ്ങനെ വിടർന്ന് കിടക്കത്തില്ല അരികളൊന്നും. അതിങ്ങനെ ചോറൊന്നും ഇങ്ങനെ വിടർന്ന് ബിരിയാണി പോലെ വരത്തില്ല. ഇത് കിച്ചടി ആയതുകൊണ്ട് കുറച്ച് കുഴഞ്ഞിരിക്കും. അപ്പോൾ എളുപ്പം നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ ഡിന്നറിലുണ്ടാക്കി കൊടുക്കാം, ലഞ്ചിനുണ്ടാക്കി കൊടുക്കാം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വിസിലായി ഞാനിതിനെ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിനെ തുറന്ന് നോക്കി, എന്താ രസം, എന്താ ഡെലീഷ്യസ് റെസിപ്പിയാണെന്നറിയാവോ. ഭയങ്കര നല്ലൊരു മണമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്കിതിനെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് തൈരിൻ്റെ കൂടെയോ റൈത്തയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പപ്പടമോ അച്ചാറോ ഒക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ റെസിപ്പിയുമായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ് ഒന്ന് ഇട്ടേക്കണമേ. നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോഴത്തേക്കും ബൈ ബൈ, താങ്ക് യു.